ഹായ് മക്കളെ, JEE മെയിൻ 2025 അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് കാറ്റഗറി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ NTA അവരുടെ അപ്ലിക്കേഷൻ പ്രോസസ്സിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ടായിരുന്നില്ല. കാറ്റഗറി സർട്ടിഫിക്കറ്റിന് പകരം നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ കൗൺസിലിംഗ് സമയത്തായിരുന്നു കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എന്നുള്ള സ്വഭാവത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ തന്നെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ കാറ്റഗറിയിൽ ഈ പറയുന്ന പോലെ PWD കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ പ്രധാനമായിട്ട് വരുന്ന ക്രൈസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് OBC NCL നോൺ ക്രിമിലെയർ കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും, ജനറലിൽ തന്നെ EWS കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും, SC ST കാറ്റഗറിയിൽ വരുന്ന ആളുകളുണ്ടാവും. അവരുടെയൊക്കെ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ നമ്പർ, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത അതോറിറ്റി ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അപ്ലിക്കേഷൻ അടുത്ത സ്റ്റേജിലേക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പ്രതിസന്ധിയാണ് ഉള്ളത്. എങ്ങനെയാണ് നമുക്ക് ഇതിനെ മറികടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ സാധാരണ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. OBC കാറ്റഗറി ആണെങ്കിൽ OBC കാറ്റഗറി സംബന്ധിച്ചിടത്തോളം നോൺ ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് സെൻട്രൽ ലിസ്റ്റിലുള്ള ആളുകളാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന റിസർവേഷൻ ക്രൈറ്റീരിയ ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിലേക്കുള്ള, സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള സംഗതി ആയതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് തഹസിൽദാർ അടുത്ത് നിന്നുള്ള കാറ്റഗറി OBC NCL സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇതിന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ NCL കാറ്റഗറി ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈറ്റീരിയയും പറയുന്നുണ്ട്. നിങ്ങളുടെ രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾ അത് 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ NCL കാറ്റഗറിയിൽ വരില്ല. നിങ്ങൾക്ക് എന്തായിരിക്കും, ജനറൽ കാറ്റഗറി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ OBC NCL കാറ്റഗറി, ജനറൽ EWS കാറ്റഗറി, SC ST കാറ്റഗറിയിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ, ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ വഴി, അക്ഷയ സെന്റർ വഴിയൊക്കെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ അപ്ലൈ ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് നേടുകയും അതിനുശേഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കുകയും ചെയ്യാവുന്നതാണ് എന്നതാണ്. ഇങ്ങനെ പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ നമ്പർ, അതുപോലെ തന്നെ അതിന്റെ ഡേറ്റ്, ഇഷ്യൂയിങ് അതോറിറ്റി ഒക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങാം. നേരത്തെ ജനറൽ കാറ്റഗറിയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും വരേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി പറയുകയാണ്. നിങ്ങളുടെ ഫോട്ടോ വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, PWD കാറ്റഗറിയുള്ള ആളുകളാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നതാണ്. പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസുമായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക. സോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ സൂചിപ്പിക്കാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.